നമസ്കാരം. 40 ദിവസമായി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ്. 40 ദിവസം ഒരു സമരം മുന്നോട്ടു പോവുക എന്ന് പറയുന്നത് സമരക്കാരുടെ പിടിവാശി കൊണ്ടാണോ സർക്കാരിന്റെ പിടിവാശി കൊണ്ടാണോ എന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. ആ സമരം പരിഹരിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും നമ്മൾ ഉന്നയിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ ഏറ്റവും പ്രധാനമാണ്. ആരോഗ്യമന്ത്രി ഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നു. ക്യൂബൻ ഡെലഗേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഡൽഹി സന്ദർശനം. സമരം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന നിരാഹാര സമരമടക്കം പ്രഖ്യാപിക്കപ്പെട്ട സമയമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒന്നുകൂടി മന്ത്രി തന്നെ പറയുന്നത് പോലെ 6 മാസം മുമ്പ് ഈ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വിഷയം ഒന്നുകൂടി കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമമുണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കത്ത് നൽകുന്നു. അനുകൂല തീരുമാനം ഉണ്ടാകുന്നില്ല. മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ അനുകൂല തീരുമാനം ഉണ്ടാകും എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നു. ഇതിനിടയിൽ മന്ത്രി എപ്പോഴാണ് അത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി തേടിയത് എന്നതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടാകുന്നു. മന്ത്രി രൂക്ഷമായി പ്രതികരിക്കുന്നു. താൻ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചതാണോ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കാതിരുന്നതാണോ തെറ്റ് എന്ന കാര്യത്തിലൊരു ചർച്ച വേണം എന്നതടക്കമുള്ള കാര്യം മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് അപ്പുറത്ത് അനുഭാവപൂർവ്വം ഒരു സമരത്തെ പരിഗണിക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എന്ന ഇടത്താണ് അത് കിടക്കുന്നത്. കേവലം രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കപ്പുറത്ത് അവിടെ പരിഹരിക്കപ്പെടേണ്ട യഥാർത്ഥ പ്രശ്നം അവിടെ തന്നെ നിലനിൽക്കുകയുമാണ്. നമുക്ക് വിശദമായി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഈ സമരം പരിഹരിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്നത്? അതിൽ കേന്ദ്രത്തിന്റെ നിലപാടാണോ കേരളത്തിന്റെ നിലപാടാണോ സമരക്കാരുടെ നിലപാടാണോ സർക്കാരിന്റെ നിലപാടാണോ വിഘാതമായി നിൽക്കുന്നത് എന്നുള്ളത് വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് K. അനിൽകുമാർ CPM ൽ നിന്ന്, ശ്രീമതി മിനി സമരസമിതിയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ പ്രശാന്ത് മലവയൽ BJP യിൽ നിന്ന് എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരുന്നത്. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, അങ്ങേക്ക് കേൾക്കാമോ? അഡ്വക്കേറ്റ് K. അനിൽകുമാർ, 40 ദിവസം പരിഹാരം കാണാതെ ഒരു സമരവും മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് സാധാരണഗതിയിൽ വിചാരിക്കപ്പെടേണ്ടത്. ഈ സമരം പരിഹരിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്ന കാരണങ്ങൾ എണ്ണി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി സർക്കാരിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന കാരണം എന്താണ്? ആശാപ്രവർത്തകർ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുതൽ അതിൻ്റെ ചരിത്രത്തിൽ എല്ലാ കാലവും ആശാപ്രവർത്തകർക്ക് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് മാത്രമാണ്. 2004 കാലഘട്ടത്തിലെ UPA സർക്കാർ ആരംഭിച്ച പദ്ധതി 2007 കേരളത്തിൽ ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ നടപ്പാക്കുന്നത്. 2016 ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണ കാലാവധി ഒഴിയുമ്പോൾ അന്ന് 900 രൂപയായിരുന്നു ആശാപ്രവർത്തകർക്ക് പരമാവധി കിട്ടിക്കൊണ്ടിരുന്ന സംഖ്യ. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് 1000 രൂപ കൊടുക്കാൻ തുടങ്ങിയത്. 9 കൊല്ലമായി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയാണ്. ഏതാണ്ട് ഒരു വർഷം 1000 രൂപ വീതം ഇവർക്ക് തുടർച്ചയായി കേരള സർക്കാരിൻ്റെ വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരാശാപ്രവർത്തകയ്ക്ക് 13,200 രൂപ വരെ ലഭിക്കാം. എല്ലാവർക്കും അത്രയും ലോകത്ത് ലഭിക്കുന്നില്ല. 10,000 രൂപയ്ക്ക് മേലെ പൊതുവിൽ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. 13,200 രൂപ ആശാപ്രവർത്തകർക്ക് ലഭിക്കുകയാണെങ്കിൽ അതിൽ 10,000-ന് മേലെ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിരിക്കും. 3,200-ന് താഴെ ഏതാണ്ട് 2,800-ന് അപ്പുറമുള്ള വിഹിതം കേന്ദ്ര വിഹിതമായി വരുന്നില്ല. ഞാൻ വളരെ വിനയത്തോടെ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. സംസ്ഥാന സർക്കാർ ഈ 40 ദിവസം ആശാവർക്കർമാരുടെ സമരം തുടരുകയാണ്. ആദ്യത്തെ ദിവസം മുതൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു പ്രത്യേക അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത്. സമരം പരിഹരിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്ന കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് 1 മണിക്കൂർ ചർച്ചയിൽ പറയാമെന്ന്. ഈ 40 ദിവസം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ്. സർക്കാരിന്റെ നിലപാടും പ്രതിപക്ഷ നിലപാടും സമരക്കാരുടെ നിലപാടും എല്ലാം. അതുകൊണ്ട് എന്താണ് പ്രാഥമികമായ പ്രശ്നം ഈ സമരം പരിഹരിക്കുന്നതിൽ? ഒന്ന്, ഈ പദ്ധതി കേന്ദ്ര പദ്ധതിയാണോ സംസ്ഥാന പദ്ധതിയാണോ? അതാണ് നമ്പർ 1 ക്വസ്റ്റ്യൻ. കേന്ദ്ര പദ്ധതിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ ഒരു സംസ്ഥാനത്ത് ഈ പദ്ധതി നടപ്പാക്കുകയുള്ളൂ. അതുകൊണ്ട് പദ്ധതിയുടെ മെൻഡർ കേന്ദ്ര സർക്കാരാണ്, നമ്പർ 1. നമ്പർ 2, കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ളൊരു സംവിധാനമുണ്ട്. അത് മുമ്പ് 75% കേന്ദ്രം തരുമായിരുന്നു, 25% സംസ്ഥാനം കൊടുക്കണം. മൻമോഹൻ സിംഗിൻ്റെ കാലത്തും അങ്ങനെ ആയിരുന്നു കേന്ദ്ര പദ്ധതികൾ. പക്ഷെ മോദി സർക്കാർ വന്നപ്പോൾ അതങ്ങ് മാറ്റി.
60% കേന്ദ്രം തരുള്ളൂ, 40% സംസ്ഥാനം ഉണ്ടാക്കണം. ഇവർക്ക് 21,000 രൂപ ആയി ഇത് കൊടുക്കണമെന്ന് തന്നെയാണ് CITയുടെ നിലപാട്. CIT ഇന്ന് സമരം നടത്തിയത് 21,000-ത്തിനല്ല, 26,000 രൂപ വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായി 40% സംഖ്യ സംസ്ഥാനം കൊടുക്കാൻ തയ്യാറാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, കേന്ദ്ര സർക്കാർ എത്രത്തോളം വർദ്ധിപ്പിക്കുമെന്ന് പറയട്ടെ. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായി ഇപ്പോൾ 40% കണക്കേ ഇല്ല. വളരെ നല്ല നിലയ്ക്ക് 2 ഇരട്ടിയോ 3 ഇരട്ടിയോ തുക കേരള സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചാൽ അതനുസരിച്ച് സംസ്ഥാന സർക്കാർ ഉയർന്ന് പ്രതികരിക്കും. ആ പ്രതികരിക്കുന്നതിന് ഇപ്പോൾ നടക്കുന്ന സമരം ഒരു നിമിത്തമേ ആകേണ്ട കാര്യമില്ല. മാത്രമാണ് കേരളത്തിന് ഈ സമരം പരിഹരിക്കാൻ കഴിയാത്തത് എന്നാണ് അല്ലേ? മാത്രമല്ല കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു കുതന്ത്രം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതി മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് കോവിഡ് കാലത്തിന് ശേഷം തുടർച്ചയായി സാമൂഹ്യ സുരക്ഷാ മേഖലകളിൽ നിന്ന് അവർ പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സംസ്ഥാനങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് ഓടി രക്ഷപ്പെടാനാണ് കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് ഓടി രക്ഷപ്പെടാനും അതിൻ്റെ ഭാഗമായി കേന്ദ്രത്തെ രക്ഷപ്പെടുത്താനും നടത്തുന്ന ഗൂഢമായ സമരമാണ് BMS പിന്തുണയോടെ SUC നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തെ ഒറ്റുന്ന സമരമാണ്, സംസ്ഥാനങ്ങളെ തകർക്കുന്ന സമരമാണ്, അത് ജനകീയ സമരമല്ല. 2 കാര്യങ്ങൾ അഡ്വക്കേറ്റ് അനിൽകുമാർ. ഒന്ന്, ഈ സമരം തീർക്കുന്നതിന് വിഘാതമായി നിൽക്കുന്നത് കേന്ദ്രത്തിന്റെ നിസ്സംഗതയാണ്. രണ്ടാമത്തത്, ഈ സമരത്തിന് പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യം. ഈ 2 കാര്യങ്ങൾ ഞാൻ എടുക്കുകയാണ് ആദ്യഘട്ടത്തിൽ അങ്ങയിൽ നിന്ന്. ശ്രീ പ്രശാന്ത് മലവയൽ, കേന്ദ്ര സർക്കാരിന്റെ ഈ നിസ്സംഗത, ഈ പദ്ധതി തുടങ്ങിയതിന് ശേഷം കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കാണിച്ച നിസ്സംഗത, അതങ്ങനെ തന്നെ നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ, സമരപ്പന്തലിൽ പോയുള്ള പിന്തുണ, ഇനി ആരാണ് ഈ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന ചോദ്യത്തിൽ നിന്ന് മിണ്ടാതെയുള്ള പോക്ക്, ഇവയൊക്കെ മുറയ്ക്ക് നടക്കുന്നത്. ഇതൊക്കെ ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയ ലാഭം മാത്രമാണോ കേന്ദ്രത്തിന്റെ ലക്ഷ്യം, അതോ ഈ സമരം പരിഹരിക്കേണ്ടതാണ് എന്ന എന്തെങ്കിലും തരത്തിലുള്ള ബോധ്യം ചുരുങ്ങിയത് സംസ്ഥാനത്തെ BJPക്കെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ മാധു പറഞ്ഞതുപോലെ തന്നെ ഞാൻ തുടരാം. കഴിഞ്ഞ 40 ദിവസവും ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അനിൽകുമാർ അത് ആവർത്തിച്ച് തുടങ്ങിയപ്പോൾ നിങ്ങൾ ഇടപെട്ടത് നന്നായി. കാരണം പൊതുസമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്നലെ നടന്നിട്ടുള്ള ഒരു സംഭവ വികാസത്തിൽ മാത്രം നമുക്ക് ചർച്ച തുടങ്ങാം. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും മനസ്സിലായി, കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തിനും മനസ്സിലായി, കേരളത്തിലെ ആശാ വർക്കർമാർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി, ഒരു ആരോഗ്യമന്ത്രി ലോക ഉഡായിപ്പുമായിട്ട് പൊതുജനങ്ങളെ എങ്ങനെ സമീപിക്കുന്നു, കേരളത്തിലെ ആരോഗ്യമന്ത്രി എങ്ങനെയാണ് സമീപിച്ചത് എന്ന് ഇന്നലെ പൊതുജനങ്ങൾ വളരെ കൃത്യമായിട്ട് കണ്ടതാണ്. അതിൽ മാധ്യമങ്ങൾക്കാർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ദേശാഭിമാനി വായിക്കുന്നവരല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ഈ മന്ത്രി വീണ ജോർജ് മറ്റൊരു സന്ദർശനത്തിന് വേണ്ടി കേരളത്തിലെ നികുതി പണം ഉപയോഗിച്ച് ഈ ഡൽഹിയിൽ പോയത് ഈ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണ് എന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ, ലോകത്തിലെ മുഴുവൻ മലയാളികളെയും വഞ്ചിക്കുന്ന നിലപാടെടുത്ത് പച്ച നുണ വിളിച്ചു പറഞ്ഞത് വെളിച്ചത്തായിരിക്കുകയാണ് ഇന്നലെ മാത്രം. 40-40 ദിവസങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, കേന്ദ്രം അവിടെ നിൽക്കട്ടെ, ആശാ. അതുകൊണ്ട് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ അനിൽകുമാറുമായി സംസാരിച്ചപ്പോൾ ചില പ്രശ്നങ്ങളിൽ ഇടപെട്ടതുപോലെ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഒന്ന്, ഈ കാര്യത്തിന് മാത്രമാണ് ഞാൻ ഡൽഹിക്ക് പോകുന്നത് എന്ന് ആരോഗ്യമന്ത്രി പറയുകയുണ്ടായോ? ക്യൂബൻ ഡെലഗേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ് യാത്ര എന്നത് നിയമസഭയിൽ അടക്കം പറഞ്ഞ കാര്യമാണ്. ഈ കാര്യത്തിൽ മാത്രമായിട്ടാണ് ആരോഗ്യമന്ത്രി ഡൽഹിക്ക് പോയത് എന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ആരോഗ്യമന്ത്രി ഡൽഹിക്ക് പോയതെന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആരോഗ്യമന്ത്രി അവർ പോകുന്ന കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്ന് അങ്ങേക്ക് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ ബോധ്യപ്പെടുത്തിക്കോളൂ. കേരള സമൂഹം കേൾക്കട്ടെ. എന്തോ അല്ലല്ല, നിങ്ങൾ ബോധ്യപ്പെടുത്തൂ. കേരള സമൂഹം അവർ പറഞ്ഞത് മുഴുവൻ കേൾക്കട്ടെ. നിങ്ങളാണല്ലോ റിപ്പോർട്ട് ചെയ്ത കേട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അവർ പറയുന്ന കാര്യങ്ങൾ ഡൽഹിക്ക് പോകുന്നുണ്ട്. നിങ്ങളെങ്ങനെ ആരോഗ്യമന്ത്രിക്ക് വേണ്ടി കൊഴലോതണ്ട, കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് വേണ്ടി കൊഴലോതണ്ട. നിങ്ങളുടെ ഇന്നത്തെ ഇൻട്രോ ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇതൊന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അല്ല, നിങ്ങൾ പറഞ്ഞോളൂ.
ഞങ്ങൾ പറയുകയാണ് ശ്രീ പ്രശാന്ത് മലവേൽ. നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞോളൂ. എന്താണ് മന്ത്രി വീണ ജോർജ് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞത്? മാധ്യമങ്ങൾ മാധുവിന്റെ ചാനലടക്കം റിപ്പോർട്ട് ചെയ്ത് എന്താണ്? അതിനുശേഷം ചർച്ച ചെയ്യാം ആ വിഷയം. കഴിഞ്ഞോ ചോദ്യം? അങ്ങനെ വെള്ളപൂശി പോലെ അങ്ങനെ എന്തിനാ വെള്ളപൂശി പോകുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞിട്ട് ആ പച്ചക്കള്ളം ഈ പൊതുസമൂഹം മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ അതിനെ ലഘൂകരിക്കാനും അതിനെ ന്യായീകരിക്കാനും മാധ്യമങ്ങൾ എന്തിനാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ പൊതുസമൂഹം വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടി വരിക. ഇന്നലെ ഞങ്ങൾ നല്ല നിലപാടാണ് എടുത്തത്. ആശാ വർക്കർമാർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്, കേരള സമൂഹത്തിന് അത് ബോധ്യപ്പെട്ടു. നിങ്ങൾ ഇന്നെന്തിനാണ് അത് ലഘൂകരിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നില്ല. അതവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ 40 ദിവസമായിട്ട് ഞങ്ങൾ അങ്ങയോട് ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങൾ പറഞ്ഞോളൂ. ഞാനും അത് ഏകപക്ഷീയമായി പറയാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങും അത് ഏകപക്ഷീയമായി പറയരുത് എന്നേ ഞാൻ ചോദിച്ചോളൂ. ഈ ചർച്ചയിൽ ഇതുവരെ സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച അങ്ങാണ്. ഞാൻ സമയം നോക്കുകയായിരുന്നു സ്ക്രീനിന്റെ മറുവശത്ത്. പക്ഷേ ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യം അങ്ങ് മറന്നുപോയി. ഈ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ ഇങ്ങോട്ട് കേന്ദ്ര വിഹിതം ഇതുവരെ അല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ ശ്രീ പ്രശാന്ത്, ഇങ്ങനെ അസ്വസ്ഥനാവല്ലേ? ഒറ്റ കാര്യം ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു സെന്റൻസിൽ. അല്ല, എനിക്ക് അവസരം തന്നിട്ട് നിങ്ങൾ എന്നെ 3-4 ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. എനിക്കൊന്നും പറയാനേ സമ്മതിക്കില്ല. പറഞ്ഞോളൂ. അങ്ങേക്ക് ഞാൻ അവസരം തന്നു, എന്നിട്ട് ഞാൻ അങ്ങയോട് പറഞ്ഞു, നേരത്തെ ഇടപെട്ടപ്പോൾ അങ്ങ് നല്ല കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ അങ്ങയോട് അങ്ങൊരു കാര്യം പറഞ്ഞതിലൂന്നി ഒരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് ആ ചോദ്യം ഇതുവരെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഇപ്പോഴും അങ്ങാണ് പറയുന്നത്, ഇപ്പോഴും ഞാൻ ചോദിച്ചിട്ടില്ല. ഇനി ഞാൻ അങ്ങേക്ക് അവസരം നൽകിയെന്ന് അങ്ങ് പറയുന്ന കാര്യത്തിൽ അങ്ങ് ഇതുവരെ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അത് ഈ കേന്ദ്ര പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടതിന് ശേഷം ഇന്നോളം പറയാൻ സമ്മതിക്കണ്ടേ? അല്ല, ഞാനല്ലേ ചോദിക്കുന്നത്. ഞാൻ അങ്ങോട്ട് ആദ്യം ചോദിച്ച ചോദ്യമാണ്. ഈ കേന്ദ്ര പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടതിന് ശേഷം ഇന്നോളം ഈ പദ്ധതി വിഹിതത്തിൽ ശ്രീ പ്രശാന്ത് മലവേൽ കേന്ദ്ര വിഹിതത്തിൽ വർധന ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വർധന ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് വസ്തുതാപരമായി ചെറുക്കാം. അതിൽ വർധന ഉണ്ടാകും എന്നൊരു ഉറപ്പ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഇത് വർദ്ധിപ്പിക്കാൻ കഴിയാത്തത് എന്ന നിലയ്ക്ക് ഉള്ള ചോദ്യം ചോദിച്ചപ്പോൾ ശ്രീ അനിൽകുമാർ ആദ്യത്തെ കാര്യം പറഞ്ഞത് കേന്ദ്ര പദ്ധതി വിഹിതം വർദ്ധിക്കുന്നില്ല, അതുകൊണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിനെ വസ്തുതാപരമായി ചേർക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് എന്താണ് പറഞ്ഞത്? ആരോഗ്യമന്ത്രിയുടെ കാര്യം, കേന്ദ്ര വിഹിതവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് അങ്ങ് ഇതുവരെ പറഞ്ഞോ? അല്ല, ഞാൻ പറയട്ടെ എന്ന്. നമ്മളുടെ കേന്ദ്രമന്ത്രി, നമ്മൾ ആരോഗ്യമന്ത്രിയെ കുറിച്ച് പറയണ്ടേ കേരളത്തിൽ? ആ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട എന്നാണോ നിങ്ങൾ പറയപ്പെടുന്നത്? കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി മിനിഞ്ഞാന്ന് പറഞ്ഞത് ഞാൻ കേന്ദ്രത്തിൻ്റെ ആരോഗ്യമന്ത്രിയെ കണ്ടിട്ട് ഇതെല്ലാം ബോധിപ്പിക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അത് നടന്നിട്ടില്ല എന്ന് പറയണ്ടേ? അതാണ് കേന്ദ്രവുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെയുണ്ട് മാഡം. എന്തിനാണ് അത് ഇല്ലാതാക്കുന്നത്? ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതുതന്നെയാണ് കഴിഞ്ഞ 10-40 ദിവസം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ നോക്കൂ, കേരളത്തിൽ മാത്രമാണോ ഈ നാഷണൽ ഹെൽത്ത് വർക്കേഴ്സ് ഉള്ളത്? എന്താ സിക്കിമിലില്ലേ? ആന്ധ്രാപ്രദേശിലില്ലേ? അതുപോലെ തന്നെ കർണാടകയിലില്ലേ? അവിടെ എവിടെയെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നങ്ങൾ നടക്കാത്തത്? അവിടെ കേന്ദ്രത്തിൻ്റെ വിഹിതം ഇതുപോലെ തന്നെയല്ലേ കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നമില്ലാത്തത്? അവിടെയെല്ലാം കൃത്യമാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? കഴിഞ്ഞ 2016-ലും 2021-ലും സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ഈ പാവങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും, നിങ്ങൾക്ക് 21,000 രൂപ ഈ ഓണറേറിയം വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് സംവിധാനം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാവങ്ങൾ ഈ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് മുഴുവൻ കേന്ദ്രത്തിൻ്റെ തലയിലേക്ക് കൊണ്ടുവയ്ക്കുന്നതിനാണ്. കേന്ദ്ര സർക്കാരാണോ പറഞ്ഞത്? കേന്ദ്ര സർക്കാരിനോട് ആലോചിച്ചിട്ടാണോ പ്രകടന പത്രികയിൽ സംവിധാനം ഉണ്ടാക്കിയത്? അല്ലല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ശ്രീ പ്രശാന്ത് അങ്ങ് പറഞ്ഞതിലൊരു കാര്യം, കേന്ദ്രത്തിന്റെ തലയിൽ ആരും വെക്കുന്നില്ല, സംസ്ഥാനത്തിന്റെ തലയിലും വെക്കുന്നില്ല. ഇതിൽ ആര് പറയുന്നതാണ് സത്യം എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ ശ്രീ അനിൽകുമാറിനോട് ചോദിച്ച അതാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ല? അപ്പോൾ പറയുന്നു കേന്ദ്ര സർക്കാരായിരുന്നു. അപ്പോൾ ഞാൻ ആ ചോദ്യം അങ്ങയോട് ചോദിക്കുകയായിരുന്നു, എന്തുകൊണ്ട് കേന്ദ്രം വിഹിതം വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളത്. ഈ കഴിഞ്ഞ 40 ദിവസമായി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി നീ കളിക്കുക, ഇനി ഞാൻ കളിക്കുക എന്ന നിലയ്ക്ക് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ചോദിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഇത് ചോദിച്ചത്. അത് ചോദ്യമല്ല, ഞാനത് അതിലൊരു ക്ലാരിറ്റി വരുത്തിയതാണ്. ശ്രീ ജ്യോതികുമാർ സമക്കാല, ഇപ്പോൾ ആരോഗ്യമന്ത്രിയുമായി ഒറ്റ കാര്യം കൂടി, ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു തന്നെയാണ് ഞാൻ ഈ ചർച്ച തുടങ്ങിയത്. ഇവിടെ ചർച്ച ചെയ്യണ്ടേ എന്ന ചോദ്യം അങ്ങ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ചർച്ച തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. ഈ ചർച്ചയുടെ ആമുഖത്തിൽ ആദ്യം പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതിൽ വിമർശനം ഉന്നയിക്കാൻ ആരൊക്കെ തയ്യാറാണോ ആ വിമർശനം സ്വാഭാവികമായും അടുത്ത ഊഴത്തിൽ അനിൽകുമാറിനോടുള്ള ചോദ്യവും അത് തന്നെ ആയിരിക്കുകയും ചെയ്യും.
ശ്രീ ജ്യോതികുമാർ ചാമക്കാല, 40 ദിവസം ഒരു സമരം തുടരുക എന്ന് പറഞ്ഞാൽ അതിന് പിന്നിലുണ്ടാകുന്ന വേദന വലുതാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിലും അഡ്രസ് ചെയ്യപ്പെടാതെ ഒരു സമരം പോകാൻ പാടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥ തല ചർച്ച നടത്തുന്നു, അത് പരാജയപ്പെടുന്നു. മന്ത്രി നേരിട്ട് ചർച്ച നടത്തുന്നു, അത് പരാജയപ്പെടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ എത്ര കാലം ഈ സമരം മുന്നോട്ട് പോകും? അത് ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം അതാണ്. ഇത്തരത്തിൽ സമരം തുടങ്ങിയാൽ സ്വാഭാവികമായും അത് ചർച്ചകളിലൂടെ മാത്രമാണ് അതിന് പരിഹാരം ഉണ്ടാകേണ്ടത്. അത്തരത്തിൽ ചർച്ചകൾക്ക് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ആർക്കെതിരെയാണോ സമരം അവരാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഇവിടെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ഇത്തരത്തിൽ 40 ദിവസമായി ആശാ വർക്കർമാർ സമരത്തിലാണ്. സ്വാഭാവികമായും ആ സമരവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്. ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെടേണ്ടതും പ്രതിപക്ഷത്തിൻ്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്. പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നേരിട്ട് കണ്ട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തണമെന്ന്. അങ്ങനെ പറയുമ്പോൾ ചർച്ച, പേരിനു വേണ്ടി ചർച്ച, ചർച്ചയ്ക്ക് വേണ്ടി ചർച്ച വിളിച്ചു വരുത്തുന്നു. ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് അത് ആശാവർക്കർമാർ സഹിക്കണമെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കുമ്പോഴല്ലേ ഇവിടെ PSC മെമ്പർമാർക്ക് ശമ്പളം കൂട്ടി നൽകിയത്? സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കുമ്പോഴല്ലേ കേന്ദ്രത്തിലെ KV തോമസിന് ഇവിടെ അദ്ദേഹത്തിൻ്റെ യാത്രാബത്ത കൂട്ടി നൽകിയത്? അപ്പോഴല്ലേ വാഹനം വാങ്ങാൻ തീരുമാനിച്ചത്? അപ്പോഴല്ലേ ഇവിടെ സർക്കാർ അഭിഭാഷകർക്ക് ശമ്പളം കൂട്ടി നൽകാൻ തീരുമാനിച്ചത്? എന്തുകൊണ്ട് ആശാ വർക്കർമാരുടെ കാര്യത്തിൽ മാത്രം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ്, അതുകൊണ്ട് നിങ്ങൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങി പോകണം, നിങ്ങൾ ഉപാധിരഹിതമായി സമരം അവസാനിപ്പിച്ച് മടങ്ങണം എന്ന് പറയാനുള്ള ആർജവം ഈ സർക്കാരിനുണ്ടെങ്കിൽ ഈ സർക്കാർ ഇത്തരത്തിൽ സാധാരണക്കാരോടൊപ്പമല്ല എന്ന് നമ്മളെ തെളിയിക്കുന്നതാണ്. ഇവിടെ ചർച്ച നടത്തുന്നില്ല, പേരിന് നടത്തുന്ന ചർച്ച 2 പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. ആ ചർച്ചകളിൽ മറ്റൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ സമരം അവസാനിപ്പിച്ച് പോകണം, സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല, നിങ്ങൾ പാവങ്ങളാണ്, സാധാരണക്കാരാണ്, നിങ്ങൾ കഷ്ടപ്പെട്ടതാണ്, നിങ്ങൾ എൻ്റെ സഹോദരിമാരാണ്, ഞാൻ ചേർത്ത് നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സർക്കാർ. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ചകൾ നടന്നല്ലോ. ഇപ്പോൾ അനിൽകുമാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഓരോ ദിവസവും ഓരോ ക്യാപ്സ്യൂൾസുമായിട്ട് വരുന്നേ. ഇവിടെ അനിൽകുമാർ പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നു കേന്ദ്രം എത്ര തരുമെന്ന് അറിയട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അനിൽകുമാറെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇവിടെ ഹോണറേറിയം എന്നാൽ എന്താണെന്നും ഇൻസെൻറ്റീവ് എന്നാൽ എന്താണെന്നും സാധാരണക്കാർക്ക് ഇപ്പോൾ സമരവുമായി ബന്ധപ്പെട്ട് ഇത്തരം ചർച്ചകൾ കാണുന്നവർക്ക്, പത്രം വായിക്കുന്നവർക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഇവിടെ ഇൻസെൻറ്റീവിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് 40% വീതം കൊടുക്കേണ്ടതുണ്ട്. ശരിയാണ്. ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള UDFൻ്റെ MPമാർ പാർലമെന്റിൽ നിരന്തരമായി ഈ വിഷയം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഹെൽത്ത് മിനിസ്റ്റർ അസന്ദിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് അവർ ഇതിനകത്ത് വർധനമുണ്ടാക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്നുള്ള MPമാരുടെ ഇടപെടലിനെ തുടർന്നാണ് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഈ സംസ്ഥാനം, കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന സമരം ദേശീയ ശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിലേക്ക് എത്തിപ്പെട്ടത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അല്ലാതെ സമരപ്പന്തലിൽ ചെന്ന് നാടകം കളിക്കുകയായിരുന്നില്ല UDFൻ്റെ MPമാർ. അവർ കൃത്യമായി അത് അവിടെ അവതരിപ്പിക്കുകയും കേന്ദ്രമന്ത്രി തന്നെ അത് വർദ്ധിപ്പിക്കാം, എപ്പോഴെന്നോ എത്രയെന്നോ പറഞ്ഞിട്ടില്ല, തീർച്ചയായിട്ടും അത് പരിഗണനയിൽ ഉണ്ട് എന്നെങ്കിലും അദ്ദേഹം പറഞ്ഞു. ഇവിടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് അത് ഇൻസെൻറ്റീവിനെ സംബന്ധിച്ചാണ്. ഇവിടെ ആശാവർക്കർമാരുടെ സമരം നടക്കുന്നത് ഹോണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ സംസ്ഥാന സർക്കാർ നൽകേണ്ട ഹോണറേറിയവുമായി ബന്ധപ്പെട്ട്, ആ ഹോണറേറിയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിരന്തരമായി കള്ളം പറയുന്നുണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് പൊളിച്ചപ്പോഴും അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ ഇവർക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയപ്പോഴും അവർ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെ ഹോണറേറിയം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് സമരം നടത്തുമ്പോൾ കേന്ദ്രം എത്ര തരട്ടെ എന്ന് പറയുന്ന അനിൽകുമാർ ഏത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ സമരം നടത്തുന്നത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടാണ്. സംസ്ഥാന സർക്കാരിന്റെ ഹോണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഈ ഹോണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം ഈ ആശാവർക്കർമാരുടെ സമരവുമായി വന്നിട്ടുള്ള സംഘടനയുടെ പേരാണ് CITU. പ്ലീസ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഞാൻ പറഞ്ഞ ഭാഗം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഈ വിഷയത്തിൽ ഈ സംസ്ഥാനത്ത് സമരം ചെയ്ത ആളുടെ പേരാണ്, സംഘടനയുടെ പേരാണ് CITU. ആ CITU സമരം ചെയ്തത് ഇതുപോലെ തന്നെ DHSന്റെ മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിട്ടുള്ളത് ഹോണറേറിയം വർദ്ധിപ്പിക്കണമെന്നും അവർക്ക് സമയബന്ധിതമായി ഈ ഹോണറേറിയം നൽകണമെന്നും അതിനപ്പുറത്തേക്ക് റിട്ടയർമെന്റ് ആനുകൂല്യം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ശരിയല്ലേ? ആ സമരത്തിന് നേതൃത്വം നൽകിയത് CITU അല്ലേ? CITU സമരം നടത്തുമ്പോൾ അത് അവകാശമാണ്. അതേസമയം മറ്റൊരു സംഘടന നടത്തിയാൽ അത് അവകാശ ലംഘനമാണ്, അല്ലെങ്കിൽ അത് കോമാളിത്തരമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രയത്നമാണെന്ന രീതിയിലേക്ക് മന്ത്രിമാരും CPMന്റെ നേതാക്കന്മാരും പോകുന്നു. ഒന്നേ. രണ്ടാമത്തേത്, നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞില്ലേ നിങ്ങൾ ദിവസക്കൂലി, അതായത് പ്രതിദിനം 700 രൂപ ഉറപ്പുവരുത്തുമെന്ന്. പ്രതിദിനം 700 രൂപ ആശാവർക്കർമാർക്ക് ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രതിമാസം 21,000 രൂപ കിട്ടുമെന്നാണ്. ഇനി 1 വർഷത്തിൽ താഴെ മാത്രം. അടുത്ത വർഷം ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങളുടെ ഇടയിലായിരിക്കും.
ഒരു വർഷത്തിൽ താഴെ മാത്രം ഉണ്ടായിരിക്കെ നിങ്ങൾ എന്തുകൊണ്ട് 21,000 രൂപയിലേക്ക് എത്തിക്കുന്നില്ല? ശരി, ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആരുമല്ല ചോദിച്ചത്, നിയമസഭയിൽ ചോദിച്ചത് എളമരം കരീമല്ലേ? ഒറ്റ കാര്യം കൂടി ചോദിച്ചു പോകണം. ശ്രീ ഒറ്റ കാര്യം ശരിയാണ് അങ്ങ് പറഞ്ഞത്, നമുക്ക് വാദത്തിന് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, ഒരു കാര്യം പ്രത്യേകിച്ച് ആവർത്തിച്ച് പറയേണ്ട ഒരു ഗതികേട് ഉണ്ടാവുകയാണ്. അതായത് ഓരോരുത്തരോടും ചോദിക്കുന്നത് അവർ മറുപടി പറയേണ്ട കാര്യമാണ്. ഇവിടുത്തെ നിലപാടും ഇവിടെ അച്ചടിച്ച് വെച്ചിരിക്കുന്ന അജണ്ടയും ഒന്നുമല്ല എന്ന് ആവർത്തിച്ച് പറയേണ്ട ഒരു ഗതികേട് ഉണ്ടാവുകയാണ്. അതോടെ നിൽക്കട്ടെ. ശ്രീ ജ്യോതികുമാർ ചമക്കാൽ, ഇപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കണം, ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ട എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് എന്നാണ് മന്ത്രി പറയുന്നത്. അതായത് സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കണം, കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കേണ്ട എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് എന്നാണ് മന്ത്രി പറയുന്നത്. അതിലൂടെ അങ്ങനെ മറുപടി പറഞ്ഞാൽ എനിക്ക് ശ്രീമതി മിനിയിലേക്ക് പോവാം. ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞതിൽ തന്നെ ഉണ്ട്. തുടക്കത്തിൽ ഇതിനു വേണ്ടി സമരം നടത്തിയവരുടെ പേരല്ലേ CITU എന്നത്. ആ CITU സംഘടന സമരം നടത്തിയത് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടല്ലേ? മാത്രമല്ല, നിങ്ങൾ ഈ പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞിട്ടില്ല 700 രൂപ പ്രതിദിനം കൊടുക്കാമെന്ന്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആശാ വർക്കർമാർ ചെയ്യുന്ന ജോലി, അതിന്റെ ബെനിഫിഷ്യറി ആരാണ്? അതിന്റെ ബെനിഫിഷ്യറി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടി 30-ലധികം പാരാമീറ്റേഴ്സ് ആ മേഖലകളിൽ ജോലി ചെയ്യേണ്ടി വരുന്നവരുടെ പേരാണ് ആശാ വർക്കർമാർ. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും അധികം സേവനം ചെയ്തു കൊടുക്കുന്ന ആളുടെ പേർ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരാണ് ഈ ആശാ വർക്കർമാരെ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഹോണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇൻസെന്റീവിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, UDF MP-മാർ പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ അതിന് തയ്യാറായിട്ടുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവുന്നില്ല. മധു, 40 ദിവസമായില്ലേ ഇപ്പൊ നിരാഹാര സമരത്തിലേക്ക് കടന്നില്ലേ? എന്താ ധിക്കാരം, എന്താ ധാർഷ്ട്യം, എന്താ അഹങ്കാരം മുഖ്യമന്ത്രിക്ക്? ഇതൊന്നും ചർച്ച ചെയ്തൂടെ? സാധാരണക്കാരല്ലേ? 26,000-ലധികം വരുന്ന നമ്മുടെ ആശാ വർക്കർമാരെ സംബന്ധിച്ച് നമ്മൾ കണ്ടില്ല എന്നറിയുന്നത് ശരിയാണോ? എന്തേ മുഖ്യമന്ത്രിക്ക് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്താൽ? ഇതാണ് UDF-ലെ ചോദ്യം, എന്തുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളത്. CITU ഉന്നയിച്ച ആവശ്യങ്ങളല്ലേ? CITU സമരത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ പങ്കാളിയായിരുന്നപ്പോൾ CITU ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയല്ലേ അന്ന് ആദ്യഘട്ടത്തിൽ 6-ാം തീയതി മറ്റൊരു ചർച്ച നടത്തുമ്പോൾ CITU ഈ പരിപാടി നിർത്തി പോകുമ്പോൾ പിന്നീട് സ്വതന്ത്ര ആശമാർ അതിൽ സമരം നടത്തുന്നു എന്നുള്ളതാണ്. ശ്രീമതി മിനി, ആശാ സമരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇത്രയധികം രാഷ്ട്രീയ പോര് നടക്കുന്നത് വളരെ സൂക്ഷ്മമായി നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും. ഇതിൽ കൃത്യമായി ഇടപെട്ട് കഴിഞ്ഞ ദിവസം മുദ്രാവാക്യങ്ങളെല്ലാം കൃത്യമായ രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളുമായിരുന്നു. ഇത്രയും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഈ സംസ്ഥാനത്ത് വളരെ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അടിസ്ഥാന ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി നടക്കുമ്പോൾ ഇത്രയും രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ? നിങ്ങൾ എങ്ങനെയാണ് ഈ വിവാദങ്ങളെ കാണുന്നത്? ഞങ്ങൾ ഈ വിവാദങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഇടയിലുള്ള വിലയിരുത്തലുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം, ഈ വിവാദങ്ങൾക്കപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് പോകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇതിന് പരിഹാരമുണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഞങ്ങൾ 2023 പാർലമെൻറ്റ് മാർച്ച് നടത്തിയിരുന്നു. ഞങ്ങൾ അന്ന് ഉന്നയിച്ചിരുന്നത് ആശാ വർക്കർമാർ 1 കോടി സ്കീം വർക്കേഴ്സ് ഈ രാജ്യത്തുണ്ട്. 10 ലക്ഷം ആശാ വർക്കർമാരുടെ രാജ്യത്ത് ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിച്ച് ഒരു തൊഴിലാളിക്ക് വേണ്ടുന്ന അവകാശങ്ങൾ മുഴുവൻ, കൂലിയടക്കമുള്ള മുഴുവൻ അവകാശങ്ങളും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ പാർലമെൻറ്റിൽ മാർച്ച് നടത്തിയത്. അതിനകത്ത് ഞങ്ങൾക്ക് വളരെ വ്യക്തതയുണ്ട്. ഞങ്ങൾ 2025 ഈ സമരം നടത്തുമ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനായതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അതത് സംസ്ഥാന സർക്കാരുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ടും ഇപ്പോൾ നേരത്തെ ശ്രീമാൻ അനിൽകുമാർ ഇവിടെ പറഞ്ഞല്ലോ 7,000 രൂപ വരെ എത്തിച്ചു. ആരാണ് എത്തിച്ചത്? കേന്ദ്ര ഗവൺമെൻറ് അല്ലല്ലോ, ഈ സംസ്ഥാന ഗവൺമെൻറ്റല്ലേ എത്തിച്ചത്. അപ്പോൾ എല്ലാ വർഷവും വർദ്ധിപ്പിച്ചെങ്കിൽ 9,000 രൂപയാകണമായിരുന്നു, അത് പോട്ടെ. പക്ഷേ എന്നിരുന്നാലും 7,000 രൂപ കൊണ്ട് എത്തിച്ചത് സംസ്ഥാന സർക്കാരാണല്ലോ, കേന്ദ്ര ഗവൺമെൻറ് അല്ലല്ലോ എത്തിച്ചത്. അപ്പോൾ അത് വർദ്ധിപ്പിക്കണമെന്നാണ് പറയുന്നത്. എന്താണ് വിഷയം? എന്താണ്? ഇപ്പോൾ കിട്ടുന്ന കൂലി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, ഈ വേതനം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം അത് കൃത്യമായി കിട്ടുന്നില്ല, അത് വല്ലപ്പോഴുമാണ് കിട്ടുന്നത്. ആളുകൾക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല, കടം വാങ്ങാൻ പോലും ഒരാളില്ല. ബഹുഭൂരിപക്ഷം ആളുകൾക്കും ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള ആളുകൾ, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾ, വിധവകൾ തുടങ്ങി വലിയ സാമ്പത്തിക പരാധീനത അനുഭവപ്പെടുന്ന സ്ത്രീകൾ നിർബന്ധിതമായൊരു ജോലി ചെയ്യുകയാണ്. അത് വോളണ്ടിയർ സർവീസ് അല്ല, അത് വോളണ്ടറി സർവീസ് അല്ല, പേരിൽ മാത്രമേ ഉള്ളൂ. സേവനം എന്ന് പറയുന്നത് വളരെ നിർബന്ധിതമാണ്. അപ്പോൾ മറ്റൊരു ജോലിക്കും പോകാൻ പറ്റാത്ത വണ്ണം ഇങ്ങനെ കുടുക്കിനിട്ടിരിക്കുകയാണ്, രാത്രിയും പകലൊന്നുമില്ലാതെ. കഴിഞ്ഞ ദിവസം മന്ത്രിയെടുത്ത് ചർച്ചയ്ക്ക് മന്ത്രി പറഞ്ഞു കേട്ടു, നിങ്ങൾ 2 ദിവസം നിങ്ങൾ നന്നായി ജോലി ചെയ്താൽ 10,000 രൂപയ്ക്കുള്ള ജോലിയായി, ബാക്കി ദിവസങ്ങൾ നിങ്ങൾക്ക് മറ്റു പണിക്ക് പോകുന്നതാണ്.
അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? 30 ദിവസം പണി ചെയ്തിട്ട് 7000 രൂപ കിട്ടുന്നില്ല. അതാണ് അവസ്ഥ. കാരണം നിബന്ധനകളടക്കം വെച്ചുകൊണ്ട് 7000 രൂപ കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ആശാവർക്കർമാർ പറയുന്നു, നിങ്ങൾ മറ്റു സമയത്ത് വേറെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടുംബം പുലർത്തണമെങ്കിൽ നിങ്ങൾ വേറെ പണിക്കും കൂടെ പോകണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇത് പച്ചയ്ക്ക് പറയാണ്. അപ്പോൾ ഇത് നടക്കില്ല സ്മൃതി. ഇത് സ്ത്രീ തൊഴിലാളികളുടെ മേൽ നടക്കുന്ന ഈ ചൂഷണം ഇതൊരു തൊഴിൽ ചൂഷണമാണ്. ഇതൊരു തൊഴിൽ ചൂഷണമെന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ അഡ്രസ്സ് ചെയ്യണം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും 1 കോടി സ്ത്രീ തൊഴിലാളികൾ ഈ സ്കീം വർക്കേഴ്സിൻ്റെ ഭാഗമായി ചൂഷണത്തിന് വിധേയമാവുകയാണ്. ഇത് അഡ്രസ്സ് ചെയ്യണ്ടേ? മറ്റു ധാരാളം വിഭാഗങ്ങളുണ്ടെന്നും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഞങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമരമുഖത്തേക്ക് വരുമ്പോൾ, ഒന്നൊന്നായി പുറത്തേക്ക് വരുമ്പോൾ അത് മറച്ചു വയ്ക്കാൻ നടത്തുന്ന അഭ്യാസങ്ങൾക്കപ്പുറത്തേക്ക് ഇതിനകത്ത് യാതൊരു വസ്തുതയുമില്ല. അതിനകത്ത് അതുകൊണ്ടാണ് മന്ത്രിക്ക് CITUക്കാരെ രണ്ടാമത്തെ ദിവസം ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ ഒരു സ്വതന്ത്രമായൊരു യൂണിയൻ സമരം ചെയ്താൽ, അവകാശങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയാൽ അവരെ 40-ാം ദിവസവും അവരുടെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കില്ല. 2 തവണ എന്താ ചെയ്തത്? 2 തവണയും പേരിന് വിളിച്ചു ചേർത്തിട്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് പറയുന്നു, ഖജനാവിൽ പണമില്ല, നിങ്ങൾ ദേവി പിരിഞ്ഞു പോകണമെന്ന് ഞങ്ങളോട് തൊഴുതുകൊണ്ട് പറയാണ്. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും സമവായം എന്നതാണ് സമരം അവസാനിപ്പിക്കാൻ ഉള്ള ഒരു മാർഗം എങ്കിൽ നിങ്ങളുടെ ഒരാവശ്യവും ചർച്ചക്കെടുത്തില്ല എന്നാണ് പറയുന്നത്. ഒരാവശ്യവും പരിഗണിക്കുകയോ അതിലൊരു ചർച്ച ഉണ്ടാവുകയോ ചെയ്തില്ല. പകരം സാമ്പത്തിക പ്രതിസന്ധിയാണ്, പിന്മാറണം എന്ന 2 വാക്കാണോ ഈ 1 മണിക്കൂർ ചർച്ചയിൽ ഉണ്ടായത്? ഓണറേറിയത്തിന് നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഈ സമരം തുടങ്ങിയ കാലം മുതൽ. ആ നിബന്ധന ഉണ്ടാക്കിയ കാലം മുതൽ CITU ഏർപ്പെടുത്തിയതാണ് ഈ ഓണറേറിയത്തിൻ്റെ നിബന്ധന എന്നത്. 2000 രൂപയായിരുന്നു ഓണറേറിയം. 4000 രൂപയെ വർദ്ധിപ്പിക്കുമ്പോൾ അന്ന് 10 മാനദണ്ഡങ്ങൾ ആവശ്യപ്പെട്ട് ഒരു സർക്കാരിനോട് അങ്ങോട്ട് പോയി ഒരു തൊഴിലാളി സംഘടന നിങ്ങൾ കൂലി കൊടുക്കുമ്പോൾ ചില ഓണറേറിയം നിബന്ധനകൾ വെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഏർപ്പാടാക്കിയതാണ്. ഞങ്ങൾ അന്ന് മുതൽ പ്രക്ഷോഭത്തിലാണ്. പക്ഷേ ഈ സമരമുഖത്ത് വരുമ്പോൾ എന്ത് മന്ത്രി പറഞ്ഞു? ആ 10 നിബന്ധന എടുത്തു മാറ്റാമെന്ന് പറഞ്ഞു. എടുത്തു മാറ്റിയതായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. പക്ഷേ ഉത്തരവ് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഇടതുകാലിൽ നിന്ന് മന്തെടുത്ത് വലതുകാലിൽ വെച്ചിരിക്കുന്നു. 3000 രൂപ എന്ന് പറയുന്ന ഫിക്സഡ് ഇൻസെൻറ്റീവിന് നമ്മൾ ഓർക്കണം, ഫിക്സഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഫിക്സഡ് ഓണററി എന്ന് പറഞ്ഞാൽ അതിന് മാനദണ്ഡങ്ങളില്ല, ഫിക്സഡ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങളില്ല. പക്ഷേ ഈ ഫിക്സഡ് ഇൻസെൻറ്റീവിൽ മാനദണ്ഡങ്ങൾ കൊണ്ട് വെച്ചിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഇൻസെൻറ്റീവിന് കുറവ് വന്നാൽ നിങ്ങളുടെ ഓണറേറിയം പകുതിയായി കുറയും. എത്ര വിചിത്രമായ ഉത്തരവ്! ഞങ്ങൾ ചോദിച്ചു, ഇതെങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുന്നു? ആ വിഷയത്തിൽ 1 മണിക്കൂറിലേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തി. മന്ത്രിയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് ഒരു പാളിച്ചയുമില്ലെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും എന്നിട്ട് അവസാനം ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ചോദിച്ചു, അപ്പോൾ ഞങ്ങൾക്ക് എത്ര തരും, ഓണറേറിയം എത്ര തരും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെന്താ ലേലം വിളിക്കുകയാണോ? സർക്കാരിൻ്റെ കയ്യിൽ ഖജനാവിൽ പൈസയെന്ന് അറിയില്ലേ? കാരണം ഈ കേരളത്തിൽ ആരും നികുതി കൊടുക്കുന്നില്ലല്ലോ. കഴിഞ്ഞ 10 വർഷമായിട്ട് നികുതി കൊടുക്കാത്തൊരു ഗവൺമെൻറ്റാണോ ഇരിക്കുന്നത്? അപ്പോൾ പണമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ദയവായി പിരിഞ്ഞു പോകണമെന്ന് അഭ്യർത്ഥിക്കാനാണ് വിളിച്ചതെന്ന് മന്ത്രി 2ാമത്തെ ചർച്ചയിൽ ആവർത്തിക്കുന്നു. അതെന്തിന് ഞങ്ങളെ വിളിച്ചു വരുത്തി പറയണം? ഒരു മാധ്യമത്തിലൂടെ പറഞ്ഞാൽ പോരെ? അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇപ്പോൾ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഇവിടെ വർക്കർമാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രിയെ കാണും എന്ന് പറയുന്നു. അതിനുവേണ്ടിയുള്ള അനുമതി തേടിയിട്ടുണ്ട്. അനുമതി കിട്ടിയിട്ടുണ്ടോ എന്ന് അന്ന് പോകുന്ന വഴിക്ക് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അത് പറയാം എന്നാണ് പറയുന്നത്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ 3-4 വിവരങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രി പറയുന്നത് പോലെ ഇതിനു വേണ്ടി മാത്രം ഞാൻ ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വന്നു എന്ന് മന്ത്രി പറഞ്ഞിട്ടുമില്ല. പക്ഷേ അങ്ങനെ ഒരു സന്ദർശനം നടത്തുമ്പോൾ ഇപ്പോൾ ഈ ഡേറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു സന്ദർശനം നടക്കുന്ന സമയത്ത് ഞാൻ ഇന്ന കാര്യത്തിന് വന്നതാണ്, ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പറയുന്നത് പോലെ, ഇപ്പോൾ പറയുമ്പോൾ അതിലൊരു ക്ലാരിറ്റി ഉണ്ട്. ഇത്രയും സമരം കടുക്കുന്ന പശ്ചാത്തലത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള യാത്രയാണെങ്കിലും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അദ്ദേഹം കാണുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് എന്ത് ചെയ്യാൻ കഴിയും എന്ന രീതിക്ക് അത് ആദ്യഘട്ടത്തിൽ വിശദീകരിക്കുകയായിരുന്നുവെങ്കിൽ ഈ പറയുന്ന വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു സാധ്യതയും ഇല്ലാത്തവണ്ണം അത് പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രിയോട് ആ കാര്യങ്ങൾ ഇന്ന് ചില മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട് എന്നത് സംബന്ധിച്ച് CPM-ന് കൃത്യമായി ഒരു ധാരണയും ഉണ്ടാകും. ഞാൻ അങ്ങയുടെ ഫോണിൽ ദേശാഭിമാനി പത്രത്തിന്റെ ഓൺലൈൻ വിഭാഗം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചൊരു വാർത്തയുടെ ലിങ്കും അതിലെ സവിശേഷമായ ഭാഗത്തിന്റെ സ്ക്രീൻഷോട്ടും അയച്ചിട്ടുണ്ട്. അതിലൊരു പട്ടികയിൽ എഴുതിയിരിക്കുന്നത് ഓണറേറിയം, 2ാമത്തെ പട്ടികയിൽ രൂപയിൽ ഓണറേറിയം കേരളം 13,200 രൂപ, മധ്യപ്രദേശ് 6,000 രൂപ, പശ്ചിമ ബംഗാൾ 6,000 രൂപ, കർണാടക 5,000 രൂപ എന്ന നിലയ്ക്കൊക്കെയാണ്. അപ്പോൾ ദേശാഭിമാനി മാത്രം വായിക്കുന്ന ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാകുമെങ്കിൽ
കേരളം 13,200 രൂപ ഓണറേറിയമായി കൊടുക്കുന്നു. ഇത് നോക്കൂ, താഴേക്ക് 6,000-ന് താഴെ മാത്രമേ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഉള്ളൂ. 13,200 രൂപ കേരളം കൊടുക്കുമ്പോൾ അതിന്റെ പകുതി പോലും മറ്റ് സംസ്ഥാനങ്ങളില്ല എന്ന രീതിക്കുള്ള വിതരണമാണ് നടക്കുന്നത്. നമ്മൾ പറയുമ്പോൾ അതിൽ സത്യമില്ലെങ്കിൽ മറ്റുള്ളവർ സത്യം പറയണമെന്ന് വാശി പിടിക്കുന്നതിന്റെ ധാർമ്മിക അടിത്തറ എന്തായിരിക്കും ശ്രീ അനിൽകുമാർ? അല്ല, വിവാദങ്ങളൊന്നും ഉണ്ടായെന്നോർത്ത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ രാജ്യത്തുണ്ടായ എത്രയോ വിവാദങ്ങളുടെ അവസാനം ഒന്നുമില്ലായിരുന്നുള്ളത് നാട്ടിലെ ആളുകൾക്കെല്ലാം അറിയാം. ഇവിടെ എന്തെല്ലാം നുണകൾ പറയേണ്ടി വന്നു. ഞാൻ ഈ ചർച്ചയിൽ തെറ്റായൊരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നെ നേരിടാൻ വേണ്ടി എത്ര നുണകൾ ഓരോരുത്തരും പറഞ്ഞു. ഒരു നുണ ഞാൻ പറയാം. ആശാപ്രവർത്തകർക്ക് 7,000 രൂപ ആയിട്ട് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് LDF-ൻ്റെ പ്രകടന പത്രികയിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം അത് കാണിച്ചാൽ മതി. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്തൊരു കാര്യമുണ്ട് എന്ന് കളവ് പറയുകയാണ്. എന്തിനാണ് കളവ് പറയുന്നത്? നമ്മുടെ കേരളത്തിലെ മിനിമം കൂലി ഉയർത്തുന്നതിനെക്കുറിച്ച് പ്രകടന പത്രികയിലുണ്ട്. അതിന് മറ്റൊരു ഭാഗത്ത് ആശാപ്രവർത്തകർക്ക് കേന്ദ്ര പദ്ധതിയാണ്. ഇവരെ തൊഴിലാളിയായി അംഗീകരിച്ചിട്ടില്ല, ഇവർക്ക് കൂലി കൊടുക്കുന്നില്ല, കേന്ദ്ര സർക്കാർ ഇവരോട് മര്യാദയ്ക്ക് പെരുമാറുന്നില്ല. സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഉയർത്തുന്ന പോലെ ഓണറേറിയം ഉയർത്തും എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതിയപ്പം ഇവിടെ ധിക്കാരം ധാർഷ്ട്യമെല്ലാമുള്ള പിണറായി വിജയൻ എന്താ ചെയ്തത്? ഞങ്ങളുടെ ധിക്കാരവും ധാർഷ്ട്യമൊന്നും ഇല്ലാത്ത ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ 900 വരെ കൊടുത്തുകൊണ്ടിരുന്നു. അത് ഈ മനുഷ്യൻ ഇപ്പോൾ അധികാരത്തിൽ വന്ന് ഈ 9 കൊല്ലക്കാലം കൊണ്ട് ശരാശരി ഒരു 1,000 രൂപ വെച്ച് വർധനവുണ്ടെന്ന് എൻ്റെ പക്ഷം. 13,200 രൂപ കിട്ടുന്ന ഒരു ആശാപ്രവർത്തകയ്ക്ക് 10,000-ൽ മേലെ രൂപ സർക്കാരാണ് കൊടുക്കുന്നത്, കേരള സർക്കാരാണ് കൊടുക്കുന്നത്. പിന്നെ ആശാപ്രവർത്തകരിൽ 400,000-ഓളം ആളുകളിൽ സമരത്തിൽ 1,500 പേരെ ഉണ്ടാവുകയുള്ളൂ. മുഴുവൻ ആശാപ്രവർത്തകരെയൊന്നും ഇവർ ബഹുദാനം ചെയ്യുന്നില്ല. CIT തുടർച്ചയായിട്ട് സമരത്തിലാണ്, ഇന്നും സമരത്തിലായിരുന്നു, കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിലാണ്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പദ്ധതി കേന്ദ്രത്തിൻ്റെതാണ്. അതുകൊണ്ടോ കേന്ദ്ര പദ്ധതിയിലെ ആശയുടെ അവർ വളണ്ടിയർ എന്ന ഇത് മാറ്റിയിട്ട് വേതനം കൊടുക്കുന്നതിലേക്ക് കേന്ദ്രം ഇതിൻ്റെ പദ്ധതി മാറ്റണം. അങ്ങനെ ഒരു തവണ കേന്ദ്രം പദ്ധതി മാറ്റിയാൽ അതിൻ്റെ ഭാഗമായി മിനിമം വേജസിൻ്റെ പരിധിയിൽ വരും. മിനിമം വേജസിൻ്റെ പരിധി വന്നാൽ 60% കേന്ദ്രം മുടക്കണം, 40% സംസ്ഥാനം മുടക്കാൻ തയ്യാറാണ്. ഇതാണ് ഞങ്ങളുടെ ബദൽ നിർദ്ദേശം. ഈ നിർദ്ദേശം ചർച്ച ചെയ്യാൻ വേണ്ടി നദ്ദയൊന്ന് കാണാൻ പോകുമ്പോൾ സ്വാഭാവികമായൊരു മന്ത്രി പോയാൽ വാതിൽ തുറക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. ഇന്നിപ്പോൾ കേട്ടിട്ടുണ്ട് അതെല്ലാം നദ്ദയ്ക്ക് ഇന്നലെ സമയമില്ലാത്തതുകൊണ്ടാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. കാണട്ടെ. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്കെതിരായി പറയുന്ന നുണ ഇല്ലാതെയാവുമോ? ഇന്ത്യ രാജ്യത്ത് കേരളത്തെക്കാൾ കൂടുതൽ വരുമാനം ആശാപ്രവർത്തകർ കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടോ? ഏതൊരു സിക്കിമിൻ്റെ കാര്യം പറഞ്ഞു, 676 രൂപ വെച്ച് 10,000 ആക്കുമെന്നൊരു പ്രഖ്യാപനമുണ്ട്. ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. കൊടുത്തെങ്കിൽ അതിൻ്റെ രേഖ ഹാജരാക്കട്ടെ. ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ഞാൻ പറയുന്നത്, കർണാടകത്തിലെ രേഖ നിങ്ങൾ ഹാജരാക്കുക. ഞാൻ കേരളത്തിലെ ഉത്തരവ് ഹാജരാക്കാം. ഈ കഴിഞ്ഞ 28-ാം തീയതി ഫെബ്രുവരി മാസം അവസാനം വരുമ്പോൾ എത്ര പേര് 10,000-ന് മേലെ കിട്ടി, എത്ര പേര് 13,200 കിട്ടി, എത്ര പേര് വ്യത്യസ്ത തുക കിട്ടിയെന്ന് കണക്ക് ഞങ്ങൾ ഹാജരാക്കാം. നിങ്ങൾ ഹാജരാക്കാവോ? അപ്പോൾ രേഖ കൊണ്ട് തെളിയിച്ചു. എന്ത് തെളിയിച്ചു? കള്ളം പറഞ്ഞിട്ട് പോയാൽ ശരിയാവില്ല. 7,000 രൂപയാക്കാം എന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെ പറഞ്ഞില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു നിമിഷം ശ്രീ അനിൽകുമാർ, അങ്ങ് നേരത്തെ ഞാൻ പറഞ്ഞ പട്ടികയിലെ വിശദാംശങ്ങൾ പറഞ്ഞില്ല. നിമിഷം, ഇത് ആദ്യഘട്ടത്തിൽ ഞാൻ ഇടപെടാതെ എല്ലാവർക്കും പറയാനുള്ള സാഹചര്യം കുറച്ചുള്ളൂ. ഇനി ഈ 45-ാം ഖണ്ഡികയിൽ പറയുന്നത് അങ്ങ് പറഞ്ഞതുപോലെ അല്ല. ഇന്ന് ആരോഗ്യമന്ത്രിയും ഞങ്ങളുടെ പ്രതിനിധിയും തമ്മിൽ പോലും അതിന്മേലൊരു സംസാരം ഉണ്ടാവുകയുണ്ടായി. അതിൽ ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും അടക്കം ശമ്പളം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. 750 രൂപ അത് മിനിമം കൂലിയാക്കണം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതാണ് ഈ പറയുന്ന 30 ദിവസത്തെ കൂലി എന്ന നിലയ്ക്ക് 21,000-ആയി ഇപ്പോൾ പ്രതിപക്ഷം അടക്കം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതല്ല കാര്യം, അതല്ല, അങ്ങനെയല്ല ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞത് എന്നാണ് ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നത്. അതിന് പകരം മറ്റൊരു പാരഗ്രാഫ് ഈ പറയുന്ന തൊഴിൽ സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യമന്ത്രി ഇന്ന് വിശദീകരിക്കുകയും ചെയ്തത്. ഇത് രണ്ടാണ്. ഇത് കുറെ ദിവസമായിട്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാസറ്റാണ്. അതായത് LDF-ന്റെ പ്രകടന പത്രികയിൽ 7,000 രൂപ ആശാപ്രവർത്തകർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കും എന്ന് എഴുതിയിട്ടുണ്ടെന്ന് ആദ്യം SUC-ക്കാരാണ് പറഞ്ഞത്. SUC-ക്കാർ പറയുന്ന കോൺഗ്രസ്സുകാരെ ഏറ്റുപാടുന്ന ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.
എൻ്റെ ചോദ്യം ഇതാണ്, SUCയെയും BMS എങ്ങനെ ഒരുമിച്ച് സമരം ചെയ്യുന്നത്? ഒരു പദ്ധതി കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്നു. ആ കേന്ദ്ര പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ ഒരു വെള്ളി രൂപ കൂട്ടുന്നില്ല. BMS SUCയും കൂടെ ഒരുമിച്ച് സമരത്തിലാണ്. ആർക്കെതിരെ? ഇവരിവിടെ എന്താ പറയണത്? അല്ലല്ല, ഞാൻ പറയട്ടെ. ഇവരെന്താ പറയണത്? അത് ഞങ്ങൾക്ക് ഇൻസെന്റീവ് കൂട്ടണ്ട. ഇനി ഞാൻ തിരിച്ചൊരു കാര്യോട് ചോദിക്കും, അതിനോടുള്ള ചോദ്യമാണ്. ഈ ആശാ പ്രവർത്തകരുടെ പദ്ധതിയിൽ ഓണററി എന്നൊരു വാക്ക് നിയമത്തിലുണ്ടോ? ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കാം. ഓണറേറിയ സംസ്ഥാന സർക്കാർ ഓണറേറിയം കൊടുക്കണമെന്നൊരു നിയമം എവിടെങ്കിലും കിടപ്പുണ്ടോ? ഇടയ്ക്ക് ഒന്ന് കൈരളിയിലും ചോദിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഈ പത്രത്തിൽ ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞത് നിയമത്തിലുമില്ല. ഈ പട്ടികയിൽ അങ്ങേക്ക് അയച്ചിരിക്കുന്ന പട്ടികയിൽ ഓണറേറിയം എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഓണറേറിയം 13,200 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങൾക്ക് 6,000 രൂപ 5,000 രൂപ എന്ന്. ഇത് ശരിയാണോ? അത് തെറ്റാണ്. അപ്പൊ അതെങ്ങനെ ശരിയാവുക? അപ്പൊ ആ മാധ്യമ ബാധകമാണ് അല്ലേ? തിരുത്തേണ്ടതാണ്. എന്റെ പോയിന്റ് അതല്ല, ഞാൻ ക്വസ്റ്റ്യൻ. ഈ ക്യാപ്സ്യൂൾ ഇങ്ങനെ അടിച്ചിറക്കുക, കള്ളം ഇങ്ങനെ അടിച്ചിറക്കുക, എന്നിട്ട് ഞങ്ങൾ പറയുന്നതെല്ലാം ശരി, നിങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളം, കേരള വിരുദ്ധത എന്ന നിലയ്ക്ക് പ്രചരിപ്പിക്കുക. അല്ലല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഒരു ആശാപ്രവർത്തകർക്ക് 13,000 രൂപ 13,200 രൂപ കേരളത്തിൽ കിട്ടുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വാദം. അതിൻ്റെ മേലെ ഓണറേറിയം എന്ന് എഴുതിയത് തെറ്റാണ് എന്നാണ് എൻ്റെ വാദം. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. തിരിച്ചെൻ്റെ ചോദ്യം എന്താണ്? ഈ ഓണറേറിയം എന്ന് പറയുന്നത് നിയമത്തിലുണ്ടോ? സംസ്ഥാനങ്ങൾ ഓണറേറിയം കൊടുക്കണമെന്ന് ആശയുടെ നിയമത്തിലുണ്ടോ? നിയമത്തിലില്ലെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിനോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് 60-40 ആണ്. കേന്ദ്രം 1,000 രൂപ വന്നാൽ സംസ്ഥാനം 40 രൂപ കൊടുക്കണം, 400 രൂപ കൊടുക്കണം. അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, കേന്ദ്രത്തിൻ്റെ ഓചാരം വേണ്ടെന്ന്. ഈ കേന്ദ്ര സർക്കാർ 1 രൂപ കൂട്ടിയില്ലെങ്കിലും ആശാപ്രവർത്തകരുടെ ഓണറേറിയം കേരള സർക്കാർ വർദ്ധിപ്പിക്കും. ഇത്രയും കാലം വർദ്ധിപ്പിച്ചത് ഇവരുടെ സമരം ഇല്ലാതെയായി. 500 പേരുടെ SUCI സമരം ഇല്ലാതെയാ. SUCI സമരം ഇല്ലാതെയാണ്. ഇവരിപ്പോൾ രാഷ്ട്രീയ സമരം നടത്തിക്കൊണ്ടിരിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ അച്ചാരം വാങ്ങിച്ച് നദ്ദ പൈസ കൂട്ടരുത്, മോദി പൈസ കൂട്ടരുത്, ഞങ്ങൾ പിണറായി വിജയന്റെ കുത്തിന് പിടിച്ചോളാം, വെപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ഒരു വിമോചന സമര മാതൃകയിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ പറയേണ്ടത്. പക്ഷേ ഈ കാര്യത്തിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഉന്നയിച്ച വിമർശനങ്ങൾക്കാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് ഒന്ന് പോയതിനു ശേഷം ഞാൻ അങ്ങേലേക്ക് തിരികെ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പ്രകടന പത്രികയിൽ അടക്കം പറഞ്ഞ കാര്യങ്ങളിൽ പാർട്ടിക്കെതിരെ കള്ളം പറയുന്നു. ഓണറേറിയം എന്ന കാര്യം പോലും ഇല്ലാഞ്ഞിട്ടും ഈ കാര്യത്തിൽ ഉന്നയിച്ചുകൊണ്ട് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടതില്ല, സംസ്ഥാനം മാത്രം വർദ്ധിപ്പിച്ചാൽ മതിയെന്ന നിലപാടെടുക്കുന്നു. മഴവിൽ മുന്നണി രൂപീകരിക്കുന്നു, അതിൽ UDF ഭാഗമാകുന്നു. SUC BMS ഞാൻ ശ്രീമതി മിനിയോട് ചോദിച്ചോളാം. ഈ നിലയ്ക്ക് പാർട്ടിക്കെതിരായ, കേരളത്തിനെതിരായ കള്ളപ്രചാരണത്തിന് കുടപിടിക്കുന്ന മഴവിൽ മുന്നണിയിൽ പ്രതിപക്ഷമുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത ചോദ്യം. പറഞ്ഞോളൂ. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നേ ഞാൻ മാന്യമായി പറയുന്നുള്ളൂ. ഇവിടെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന പരിപാടിയുമായിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടതുപക്ഷം വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്യാപ്സ്യൂൾസുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണം. മാതൃഭൂമി ചാനലല്ല, മറ്റൊരു ചാനലിൽ സിക്കിമിൽ 10,000 രൂപ ഹോണറേറിയം ഇനത്തിൽ നൽകുന്നുണ്ട് എന്നതിൻ്റെ ജിയോ ഉൾപ്പെടെയുള്ള വാർത്ത വന്നതും, ഞങ്ങൾ പറയുന്നത് വിട്ടായിരുന്നു, വാർത്ത വന്നതും അതിൻ്റെ ലിങ്കും ഞാൻ താങ്കൾക്ക് അയച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടതാണ്. ഇവർ ആദ്യം മുതൽ ഒരുപാട് എന്താ പറ്റിയെന്ന് വെച്ചാൽ, അനിൽകുമാറിന് ലേറ്റസ്റ്റ് ക്യാപ്സ്യൂളിൽ ഇടയ്ക്ക് എവിടെയോ മിസ്സായിപ്പോയി. ആ ക്യാപ്സ്യൂളുകളിലൂടെ അനിൽകുമാർ ഏറ്റെടുത്താൽ മാത്രമേ ഇതിൻ്റെ വസ്തുതകൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുക. ഒരു എന്താ സീക്വൻസിൽ അദ്ദേഹത്തിന് ചെറിയ മിസ്സിങ് വന്നിട്ടുണ്ട്. അത് ഇന്ന് രാത്രി കൊണ്ട് അദ്ദേഹം അത് പരിഹരിച്ചാൽ ആ ക്യാപ്സ്യൂൾസുടെ ആ കറക്റ്റ് സ്ലോട്ടിൽ ഇടുമ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടും. അപ്പോൾ അത്തരത്തിൽ കൃത്യമായി 10,000 രൂപ സിക്കും. അപ്പോൾ 10,000 രൂപ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അവിടെ എണ്ണം കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എനിക്ക് വായിക്കേണ്ടി വന്നത് ഗതിയുടെ അവരുടെ പ്രകടന പത്രികയുടെ 16-ാമത്തെ പേജിലെ 44-ാമത്തെ പാരഗ്രാഫ്, അതിൻ്റെ ഫുൾ വേർഷൻ ഞാൻ താങ്കൾക്ക് അയച്ചിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2,500 രൂപയായി ഉയർത്തും. അംഗനവാടി, ആശാ വർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങിയ എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. ആ പാരഗ്രാഫിൽ തന്നെയാണ്. ബാക്കി കേട്ടോളൂ. മിനിമം കൂലി ഈ പറയുന്ന പ്രകടന പത്രികയും അതിന്റെ 45-ാമത്തെ പേജും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ ചർച്ച ചെയ്യാണ്. പക്ഷേ ഇന്ന് ആരോഗ്യമന്ത്രിയുമായി മാതൃഭൂമിയുടെ റിപ്പോർട്ടർ നേരിട്ട് ഇത് വായിച്ചു കേൾപ്പിക്കുമ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നത് അത് പൊതു തൊഴിൽ സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ അതിന്റെ ബാക്കി കൂടി വായിക്കൂ എന്നാണ്.
ബാക്കി കൂടി ഞാൻ ചോദിക്കുന്നത് ഒരു പാരഗ്രാഫിൽ കൊടുക്കുന്നത് ഒരു എങ്ങനെയാണ്? അവരൊരു മാധ്യമപ്രവർത്തക കൂടിയായിരുന്ന ആളല്ലേ? നമ്മൾ തമാശ ഗൗരവത്തിൽ കാണേണ്ടത് ഇന്നൊരു മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ നിങ്ങളുടെ മാതൃഭൂമിയുടെ മൈക്ക് ഞാൻ ആ കൂട്ടത്തിൽ കണ്ടിരുന്നു. പറയുകയാണ്, നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തോളൂ, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ എഴുതിക്കൊള്ളാമെന്ന്. ആരാ പറയുന്നത്? ഒരു മാധ്യമപ്രവർത്തകയായിരുന്ന പിന്നീട് മന്ത്രിയാകേണ്ടി വന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തക പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തോളാം. അപ്പോൾ മാധ്യമപ്രവർത്തകരെ പോലും അവർക്കിപ്പോൾ പുച്ഛമാണ്, പുച്ഛം. ഞാൻ അത്രയും മാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഇവിടെ ഇദ്ദേഹം പറയുന്നല്ലോ, പിന്നെ എന്താ SUCIയും പിന്നെ എന്താ BMS ഒക്കെ. നിങ്ങൾ എന്തിനാ അസ്വസ്ഥരാകുന്നതെന്നേ? നിങ്ങളെ കൊണ്ട് കഴിയാത്തത് മറ്റാരെങ്കിലും ഒക്കെ സമരം ചെയ്തോട്ടെന്നേ. അവർ BMS ഇവിടെ ഒരു സംഘടനയില്ലേ, SUCI ഒരു സംഘടനയല്ലേ, INTUC ഒരു സംഘടനയല്ലേ, CIT ഒരു സംഘടനയല്ലേ, AITUC ഒരു സംഘടനയല്ലേ? അപ്പോൾ നിങ്ങൾ സംഘടന നോക്കിയാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങൾ സംഘടന നോക്കിയാണ് തീരുമാനിക്കുന്നത്. അവർ ഉന്നയിക്കുന്ന ആവശ്യം, ആ ആവശ്യം ഇവിടെ എന്താ പ്രശ്നം എന്നറിയാമോ? അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അനിൽകുമാറെ, അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് CITU സമരം ചെയ്തിട്ടുണ്ട്. CITU ഉന്നയിച്ചപ്പോൾ അതെല്ലാം ശരിയാണ്. ഇവിടെ SUCI ഉന്നയിക്കുമ്പോൾ അത് തെറ്റാണ്. അതെങ്ങനെ ശരിയാവുക? CITU ഉന്നയിച്ച അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് SUCI സമരം ചെയ്യുമ്പോൾ അവരോടുള്ള ഒപ്പമുള്ളവർ ഈ സംസ്ഥാനത്തെ കറതീർന്ന CPMR 1-2 പേർ ഒഴികെ ബാക്കി മുഴുവൻ ആളുകളും ഈ ആശാവർക്കർമാരോടൊപ്പമാണ്. അത് മറക്കരുത്. അവരുടെ മനസ്സ് അവരോടൊപ്പമാണ്. കേരളീയ സമൂഹം അവരോടൊപ്പമാണ്. ഈ കേരളത്തിലെ പൊതുസമൂഹം പരിപൂർണമായി അവരോടൊപ്പമാണ്. ഇത് മനസ്സിലാകാത്തത് ഏതാനും ചിലർക്ക് മാത്രമേ ഉള്ളൂ. അതിലൊരു തർക്കവും വേണ്ട. അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നുമുണ്ട്. അവർക്ക് കിട്ടുന്ന പിന്തുണ, നമ്മളെങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അളക്കുന്നത്? അവർക്ക് കിട്ടുന്ന പൊതുസമ്മതി, അവർക്ക് കിട്ടുന്ന മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന പിന്തുണ, അവർക്ക് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണ. ഇപ്പോൾ ചോദിക്കും, പൊതുസമൂഹത്തിൻ്റെ പിന്തുണയൊക്കെ നിങ്ങളാണോ അളക്കുന്നതെന്ന്. ഞങ്ങളില്ല, അളക്കാനുള്ള തീവ്രതയൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു വിഷയം വരുമ്പോൾ അതിനോടുണ്ടാകുന്ന പ്രതികരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടും. അത് മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളോട് ആ തീവ്രതയെക്കുറിച്ചും അതിൻ്റെ അളവിനെക്കുറിച്ചും ഒന്നും ചോദിക്കരുത് ദയവേത്. പക്ഷേ പറഞ്ഞേ പോകാൻ കഴിയൂ. ഇവിടെ ആശാവർക്കർമാരുടെ സമരം 40 ദിവസം കഴിഞ്ഞപ്പോഴും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടുന്നില്ല? ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഡൽഹി യാത്രയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ, അതുകൂടെ പറഞ്ഞു പോകാൻ ഇനി അവസരം കിട്ടില്ലല്ലോ. ഡൽഹി യാത്രയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞല്ലോ 19-ാം തീയതി പിന്നെ അവർ പിന്നെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഇത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോയിരിക്കുന്ന, ഇത് വ്യാജമാണെങ്കിൽ എനിക്കറിയില്ല, ഈ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോയിരിക്കുന്ന ഒരു കത്താണ്. ഡേറ്റ് 18-ാം തീയതി വെച്ചിരിക്കുന്നത്, 19-ാം തീയതി ആയിരിക്കും അവർ പക്ഷേ അയച്ചിരിക്കുന്നത്. ഇതിനകത്ത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, കേന്ദ്ര മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അയച്ചിരിക്കുന്ന ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന കത്താണ്. 18-3 മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഒപ്പുമുണ്ട്. ഇതിൽ അവരെന്താ പറഞ്ഞിരിക്കുന്നത് അറിയാം? ആദ്യത്തെ ആവശ്യം ഞങ്ങൾ ഇങ്ങനെ കാണാൻ ഉദ്ദേശിക്കുന്നു, 20-ാം തീയതി കിട്ടിയാൽ കൊള്ളാം, കണ്ടാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന 4 ആവശ്യങ്ങളാണ്. അതിലൊന്നാമത്തേത് ഹൈക്ക് ഇൻ ദ ഇൻസെൻറ്റീവ് ഓഫ് ആശാസ് ആൻഡ് അതർ റിലേറ്റഡ് ഇഷ്യൂസ് ഓഫ് ആശാസ്. ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ പോയി സംസ്ഥാനത്തിൻ്റെ മന്ത്രി സംസാരിക്കേണ്ട കാര്യമുണ്ടോ മധു? ഇൻസെൻറ്റീവിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ UDF MPമാർ അവിടെ വിഷയം ഉയർത്തുകയും അതിനെ സംബന്ധിച്ച് മന്ത്രി മറുപടി പറയുകയും ചെയ്ത വിഷയമാണ്. ഇവിടെ ഇവർ സമരത്തിനിരിക്കുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നു ഹോണറേറിയവുമായി ബന്ധപ്പെട്ടാണ്. അതിനെക്കുറിച്ചൊരു അക്ഷരം ഇതിനകത്തില്ല. ഇൻസെൻറ്റീവിനെ സംബന്ധിച്ച് സംസാരിക്കാൻ കേരള മന്ത്രി അങ്ങോട്ട് പോവുക, എന്താ അടിസ്ഥാനം, എന്താ നിയമപരമായി അതിനകത്തുള്ള വസ്തുത? രണ്ടാമത്, ടു റിലീസ് ദ കമ്മിറ്റഡ് ലയബിലിറ്റീസ് ഫോർ ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ 2023-24. ശരി, കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കൂ. അങ്ങനെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ ഞങ്ങൾ പിന്തുണയ്ക്കാം. പക്ഷേ ഇവിടെ ഈ കത്തിനകത്ത് പോലും ഈ പറയുന്ന ഹോണറേറിയത്തെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. മന്ത്രി നേരത്തെ KV തോമസ് ഈ വിഷയവുമായി ആദ്യം കേന്ദ്രത്തിൽ ഇതുമായി സംസാരിക്കാൻ പോകുന്ന KV തോമസ് ആണല്ലോ. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടാണല്ലോ പോയത്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം പോയതിന് ശേഷം മടങ്ങി വന്നു. എന്നോട് കണക്കും കിതാബൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ കിതാബൊന്നുമില്ല, ഞാൻ എൻ്റെ നേതാവ് മുഖ്യമന്ത്രി വരും, 12-ാം തീയതി വന്നാൽ ഉടൻ കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കുമെന്നും അതിൽ പരിഹാരം ഉണ്ടാകുമെന്നും മാധ്യമങ്ങളോട് പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ പിന്നെ പ്രതിനിധിയായിട്ടുള്ള KV തോമസ് ആണ്. അദ്ദേഹം അത് പറഞ്ഞതിന് ശേഷം കൃത്യം 12-ാം തീയതി പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാന സർക്കാരും അതിന്റെ പ്രതിനിധികളും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പോകാനുള്ള തീരുമാനം, ഡൽഹി യാത്ര നേരത്തെ എടുത്ത തീരുമാനമാണ്, നേരത്തെ കൂട്ടിയുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. അതിനിടയിലാണ് ഈ പറയുന്ന സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് പരിഹരിക്കാൻ കഴിയാതെ വരികയും ഒക്കെ ചെയ്യുന്നത്. 18-ാം തീയതി ഡ്രാഫ്റ്റ് ചെയ്യുന്നു, 19-ാം തീയതി ഇത് അയക്കുന്നു. ആ സാഹചര്യം എന്ന് പറയുന്നത് സമരം കൂടുതൽ തീവ്രമാകുന്ന സാഹചര്യമാണ്. ഇത് ഒരു പ്രത്യേക അജണ്ടയായി കണ്ട് ഇതുകൂടി പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നു എന്ന രീതിക്കാണെങ്കിൽ അത് ഏത് തലത്തിൽ കുറ്റം പറയാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിച്ചിട്ട് ആ വാദഗതിക്ക് വേണ്ടി അതങ്ങ് അംഗീകരിക്കാം. ആ മെയിലിലെ ടൈം ഒന്ന് നോക്കി, 12 മണി കഴിഞ്ഞപ്പോഴാണ് അല്ലേ? 19-ാം തീയതി 12 മണി കഴിഞ്ഞപ്പോഴാണ്. 19-ാം തീയതി 3:30 19-ാം തീയതി 3 അല്ലേ 19-ാം തീയതി 3:30 ഈ മിനി ഉൾപ്പെടെയുള്ള ആശാവർക്കർമാരുമായി നേതാക്കന്മാരുമായി ചർച്ച നടക്കുന്നത്. അപ്പോൾ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ മറ്റേ ഇന്നസെന്റ് പറയുന്ന പോലെ വേണമെങ്കിൽ ഞാൻ അരമണിക്കൂർ മുമ്പേ പുറപ്പെടാമെന്ന് പറയുന്നത് പോലെ ചർച്ചയ്ക്ക് മുമ്പേ തന്നെ ചർച്ച പരാജയപ്പെടുന്നു എങ്ങനെയാണ് മന്ത്രി തീരുമാനിച്ചത്? അതിനുകൂടി മറുപടി പറയണ്ടേ?
ഞാൻ പറഞ്ഞു വന്ന ഈ വിഷയമല്ല. മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ പോയപ്പോൾ മുഖ്യമന്ത്രി നിർമ്മല സീതാരാമനുമായി സംസാരിക്കുമെന്ന് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുന്ന KV തോമസ് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി അവിടെ പോയി പുട്ടും ആപ്പമൊക്കെ തിന്നിട്ടും അതൊരു ശരിയായ വാദഗതിയാണെന്ന് തോന്നുന്നില്ല ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ചർച്ച പരാജയപ്പെട്ടാൽ മാത്രമേ കേന്ദ്രമന്ത്രിയെ കാണാൻ കഴിയുകയുള്ളൂ. ഇത് എന്തെങ്കിലും തരത്തിൽ സാധ്യമാണോ? ഇതിന് ഏതെങ്കിലും തരത്തിൽ പണം കൂട്ടിക്കൊടുക്കാൻ സാധ്യമാണോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് സഹായം വേണ്ടേ? അപ്പോൾ അവിടെ ചർച്ച അല്ല, അങ്ങനെ ചർച്ച നടത്തിയോ? മുഖ്യമന്ത്രി പോയി നിർമ്മല സീതാരാമനുമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ചർച്ച നടത്തിയോ? കാര്യമല്ലല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നതുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റിന്റെ കാര്യമല്ലേ അതിൽ? അത് എങ്ങനെ സമരക്കാരുമായുള്ള ചർച്ചയ്ക്ക് മുൻപേ കൂട്ടി അയച്ചു എന്നല്ലേ അങ്ങ് ചോദിച്ചത്? താങ്കൾ ഞാൻ പറഞ്ഞ വാചകങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ടാണ്. ഞാൻ അതിൻ്റെ കൃത്യമായ ഓർഡറിൽ തന്നെയാണ് പറഞ്ഞത്. മന്ത്രി പോയതിനെക്കുറിച്ച് ആദ്യം ഞാൻ കൃത്യമായി പറഞ്ഞു, അതിൻ്റെ ഉപചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രി പോയതിനെക്കുറിച്ചും മുഖ്യമന്ത്രി KV തോമസും അതങ്ങ് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആരോഗ്യമന്ത്രി സമരക്കാരുമായി ചർച്ച നടത്തുന്നതിന് മുൻപ് എന്തിന് ചർച്ച പരാജയപ്പെടുമെന്ന് എങ്ങനെ അറിഞ്ഞു എന്നങ്ങ് ചോദിച്ചില്ലേ? ചർച്ച പരാജയപ്പെട്ടാൽ മാത്രമേ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഈ വിഷയം ഉന്നയിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 6 മാസം മുമ്പ് സമരപ്രഖ്യാപനത്തിന് മുൻപ് ചർച്ച നടത്തിയല്ലോ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഈ വിഷയം തന്നെ ഉന്നയിച്ച്. ശരി, ഒറ്റ ചോദ്യം. അങ്ങനെയാണെങ്കിൽ അത്രയും ദിവസം ചോദിക്കാത്തയാൾ ഇല്ലെങ്കിൽ പിന്നെ ഡൽഹി പോകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഈ വിഷയം കൂടെ ചേർക്കാമെന്ന് അവർ ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുമായി ചർച്ചയ്ക്ക് പോകാൻ തീരുമാനിച്ചത് 18 തീയതി അല്ലല്ലോ? ആണോ? അല്ല, അന്ന് തന്നെ ഈ വിഷയം കൂടെ ചേർത്തുകൊണ്ട് അപ്പോയിന്റ്മെന്റ് ചോദിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ചോദിച്ചില്ല? ഈ ചർച്ചയ്ക്ക് 1 മണിക്കൂർ മുമ്പ് എന്തുകൊണ്ട് ചോദിച്ചു? അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറയത്തില്ലായിരുന്നു, അപ്പോയിന്റ്മെന്റ് കിട്ടിയെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുകയില്ലായിരുന്നു. ശരി, അതിൽ ഇടപെടാനുള്ള തീരുമാനം, അതായത് ചർച്ച അടക്കമുള്ള തീരുമാനം ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞത് അതിനുശേഷമാണ്. ഈ പറയുന്ന NHMന്റെ ഉദ്യോഗസ്ഥരുമായി ചർച്ചയായിരുന്നു ആദ്യം. അത് പരാജയപ്പെട്ടപ്പോൾ NHMന്റെ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ച കാര്യമാണ് നിങ്ങൾക്ക് ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്താനുള്ള അവസരം ഒരുക്കാം എന്നുള്ളത്. ആ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്ന വഴിയിൽ ആ സമയത്താണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ആരോപണം സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുകയും ചെയ്യാം. ശ്രീ പ്രശാന്ത് മലവേ, ശരി, ശ്രീ പ്രശാന്ത് മലവേൽ ഈ യാത്രയിൽ തന്നെ സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി ഉന്നയിച്ച പല കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ കമ്മിറ്റഡ് ലയബിലിറ്റീസ് അടക്കമുള്ള കാര്യങ്ങൾ കോടിക്കണക്കിന് രൂപ കിട്ടാനുള്ളതാണ്. അന്ന് പറഞ്ഞിരുന്നത് ബ്രാൻഡിംഗ് അടക്കമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചില്ല, അതുകൊണ്ട് ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ശേഷം അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഇത് ക്ലെയിം ചെയ്യാമെന്ന് അന്ന് ആ ചർച്ചയിൽ തന്നെ ഇത് തടഞ്ഞു വെക്കുമ്പോൾ 1,600 കോടി രൂപ തടഞ്ഞു വെക്കുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷം ഇത് ക്ലെയിം ചെയ്യാമെന്ന ഒരു ഉറപ്പ് കൂടി സംസ്ഥാന സർക്കാരിന് കിട്ടുന്നുണ്ടായിരുന്നു. അത് കിട്ടിയില്ല, അത് ഇതുവരെയും കിട്ടിയിട്ടില്ല. വയനാട് അടക്കമുള്ള വിഷയങ്ങൾ അങ്ങ് നേരിട്ട് അതിൽ ഇടപെടുന്ന ആളുമാണല്ലോ. ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നിരിക്കുന്ന വിമർശനങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. നിരന്തരമായി ഈ പ്രശ്നം ഉന്നയിക്കുമ്പോഴാണ്, നിരന്തരമായി പ്രശ്നം ഉരുത്തിരിഞ്ഞു വരുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്രം കൈയഴിയുന്നത് കൊണ്ടാണ് എന്ന് പറയാൻ കഴിയുന്നത്. അത് തെറ്റാണ് മാഡം. ഇവിടെ 2-3 കാര്യങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഈ ഓണറേറിയം എന്ന വാക്കില്ല എന്നാണ് അനിൽകുമാർ ഇവിടെ സമർത്ഥിക്കാൻ നോക്കുന്നത്. ഈ വാദങ്ങൾ, പച്ചക്കള്ളങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതിനൊന്ന് ഖണ്ഡിക്കുന്നു എന്ന് മാത്രമുള്ളൂ. രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കുന്ന ആളുകൾക്ക് എന്താണ് കൊടുക്കുന്നത് എന്നൊന്ന് അദ്ദേഹം വിശദീകരിച്ചാൽ നല്ലത്. ഒറ്റ സിമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇൻസെൻറ്റീവിൽ കുറവ് വന്നാൽ ഓണറേറിയം കുറയ്ക്കുമെന്ന് പറഞ്ഞത് ഈ ആരോഗ്യമന്ത്രിയാണ് എന്ന് ശ്രീമതി മിനി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഓണറേറിയത്തിന് യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ല എന്നുള്ള വാദം അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇനി പ്രീവിയസ് ലയബിലിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് മന്ത്രി പോകുന്നതെങ്കിൽ കഴിഞ്ഞ 40 ദിവസമായിട്ട് ഇത് തന്നെയല്ലേ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ പ്രീവിയസ് ലയബിലിറ്റിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രിയോട് അടുത്ത് പോകുന്നതെങ്കിൽ മുഖ്യമന്ത്രി അവിടെ പോയിരുന്നല്ലോ. ആ കിതാബ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുസ്തകവും കടലാസും ഇല്ലാതെ KV തോമസ് പോയിരുന്നല്ലോ. തിരിച്ചു വന്നപ്പോൾ പുട്ടും കടലയെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് മന്ത്രി പോകുമ്പോൾ, വീണ ജോർജ് പോകുമ്പോഴും അവർ മനസ്സിലുദ്ദേശിക്കുന്ന ദൈവമേ ഒരു കാരണവശാലും കേന്ദ്രമന്ത്രിയെ കാണാൻ സാധിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ അവർ പോകുന്നത്. കാരണം ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാം മാഡം. നിങ്ങളിങ്ങനെ ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഇടപെടണ്ട. ഇതൊക്കെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണെന്നേ.
സ്വാഭാവികമായിട്ടും കേന്ദ്രമൊന്നും കൊടുക്കാനില്ല എന്ന് എത്രയോ തവണ ആവർത്തിച്ച് കേന്ദ്രത്തിൻ്റെ ആരോഗ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അത് വിശ്വസിക്കില്ല. പകരം ഈ വീണ ജോർജ് പറയുന്നത് മാത്രമേ കേരളത്തിൽ വിശ്വസിക്കുള്ളൂ, മാതൃഭൂമിയുടെ ആങ്കർ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ നെഞ്ചത്ത് കയറിയാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ ശരി, പക്ഷെ ജനം ഇത് കേൾക്കുന്നുണ്ട് എന്ന് പറയുന്ന അങ്ങയുടെ ആത്മവിശ്വാസം പക്കയാണ്. അതാണ് ഞങ്ങളുടെയും ആത്മവിശ്വാസം. എന്താണ് ഈ പ്രശ്നം? ഞാൻ നിങ്ങളോട് പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? മറ്റൊരു വാദം നിങ്ങളിവിടെ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് കഴിഞ്ഞ പ്രീവിയസ് ലയബിലിറ്റി കൊടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞു. പ്രിയപ്പെട്ട മാധു, അത് പ്രീവിയസിലെ ലയബിലിറ്റി ഒരു കാരണവശാലും കിട്ടാൻ പോകുന്നില്ല. കാരണം അത് ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ ബ്രാൻഡിങ് ഇവിടെ നടത്താൻ പോകുന്നില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞത് ഈ മന്ത്രിയാണ്. അതുകൊണ്ട് 2023-24 കാലഘട്ടത്തിലെ ആ പ്രീവിയസ് ലയബിലിറ്റി അത് പോയത് കെടുകാര്യസ്ഥത കൊണ്ടാണ്, ഉത്തരവാദിത്വ ബോധമില്ലായത് കൊണ്ടാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതുകൊണ്ട് അത് ക്ലെയിം ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. അത് കള്ളമാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് അത് ഉന്നയിക്കുകയും അവർക്ക് മറുപടി പറയുകയും ചെയ്യാം. ഇതിന്റെ ഒരു ഗതികേട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതും അവർ പറയുന്നതും കള്ളമാണെന്ന് സമർത്ഥിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ജനങ്ങളോട് സത്യം പറയില്ല എന്ന നിലപാട് നിർബന്ധ ബുദ്ധിയോടെ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണം കഴിഞ്ഞ മാസത്തെ ഈ മാസം കിട്ടുമോ? കേരളത്തില് കിട്ടില്ലല്ലോ. അപ്പൊ കഴിഞ്ഞ മാസം ചെയ്യേണ്ട പണി കഴിഞ്ഞ മാസം ചെയ്യണം, കഴിഞ്ഞ കൊല്ലം ചെയ്യേണ്ട പണി കഴിഞ്ഞ കൊല്ലം ചെയ്യണം. അല്ലാതെ അടുത്ത കൊല്ലം ചെയ്തിട്ട് അതുകൂടി കൂട്ടി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ ഇത് എവിടുത്തെ വാദമാണ്? കേന്ദ്ര സർക്കാർ ബ്രാൻഡിംഗ് മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ 100 കോടി രൂപ തടഞ്ഞു വെക്കുകയും ആ ബ്രാൻഡിംഗ് മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കുകയാണെങ്കിൽ ക്ലെയിം ചെയ്യാം എന്ന് അന്ന് ഉറപ്പ് നൽകി എന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത് നൽകണം എന്നുമാണ് സംസ്ഥാനം പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ടു റിലീസ് ദ കമ്മിറ്റഡ് ലയബിലിറ്റീസ് ഫോർ ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ എന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും കേന്ദ്രമന്ത്രിയെ കാണരുതേ എന്ന് വിചാരിച്ചിട്ടാണ് ആ കത്ത് എഴുതിയതെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അല്ലെങ്കിൽ കുറച്ച് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക രേഖയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം കള്ളമാണെങ്കിൽ അത് നമുക്ക് ചോദിക്കുകയും പറയുകയും ചെയ്യാം. പക്ഷെ കള്ളമാണ് എന്ന നിലപാടിൽ അന്ന് മുറച്ചു നിൽക്കണം കേട്ടോ. വെളിയിലേക്ക് പോകുന്നതിന് ഒരൊറ്റ കാര്യം കൂടി ഞാൻ പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയാമത് തെറ്റാണ് എങ്കിൽ അടുത്ത ചർച്ചയിൽ ഈ വിഷയത്തിൽ തിരുത്താൻ ഞാൻ തയ്യാറുമാണ്. ഈ കമ്മിറ്റഡ് ലയബിലിറ്റീസുമായി ബന്ധപ്പെട്ട വിഷയം ശ്രീ പ്രശാന്ത് മലയിൽ അങ്ങേക്കും ശ്രദ്ധിക്കാവുന്നതാണ്. സൗരഭ് ജെയിൻ ഇത് ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2023-24 വർഷത്തെ 619 കോടി രൂപ തരാനുള്ളത് അത് റിലീസ് ചെയ്യാൻ തൽക്കാലം മാനദണ്ഡ പ്രകാരം ബുദ്ധിമുട്ടുണ്ട്. അത് ക്ലെയിം ചെയ്യാം എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ മുന്നിൽ ഈ നിമിഷമുള്ള വിവരം. അത് ഞാൻ നിലവിലുള്ള രേഖകൾ പ്രകാരമാണ് പറയുന്നത്. അത് തെറ്റാണെങ്കിൽ അങ്ങേക്ക് ഉന്നയിക്കാവുന്നതുമാണ്. അത് ഈ വിഷയത്തിൽ എന്തായാലും തുടർ ചർച്ചകൾ ഉണ്ടാവില്ല, തിരുത്താൻ തയ്യാറുമാണ്. തിരികെ വരാം. ശ്രീമതി മിനി, ഇതിപ്പോ സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി എന്നുള്ള നിലയ്ക്കാണ് സംസ്ഥാനം ഇത് പറയുന്നത്. കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്ന മുഴുവനും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, ഇനിയും ഇത് വർദ്ധിപ്പിക്കാൻ തയ്യാറാണെന്ന് കേന്ദ്രവും പറയുന്നു. ഈ കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇനിയും ഇതിലൊരു ചർച്ച നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ചർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ സംസ്ഥാന സർക്കാരിനോടാണ് ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാരാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അത് ആർക്ക് എത്ര കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അത് തന്നെയാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ സംസ്ഥാന സർക്കാരാണ് തരേണ്ടത്. ഞങ്ങളിവിടെ സമരത്തിലിരുന്നപ്പോൾ തന്നെയാണ് ഖജനാവിനകത്തുള്ള പണം പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിക്കാതെ തന്നെ കൊടുക്കുന്നതൊക്കെ കണ്ടത്. അപ്പോൾ പണമില്ല എന്നുള്ള പല്ലവിയൊന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. പണമുണ്ട്, പക്ഷേ അത് ആർക്ക് കൊടുക്കണമെന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് ആശാവർക്കർമാർ 40 ദിവസമായി സമരം ചെയ്യുമ്പോഴും ആ വിഷയത്തിൽ ഒന്ന് പരിഗണിക്കാൻ തയ്യാറാകാതിരിക്കുന്നത്. ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമേ ഉള്ളൂ. ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ ആശാവർക്കർമാരുടെ ജീവിത പ്രാരാബ്ധങ്ങൾ കുറയ്ക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ സമരത്തോടൊപ്പമാണ്. നിങ്ങളതിനെന്ത് തരം കളർ കൊണ്ടുവരാൻ ശ്രമിച്ചാലും, സമരക്കാരുടെ ജാതകം നിങ്ങൾ എത്ര അന്വേഷിക്കാൻ ശ്രമിച്ചാലും, സമരം ചെയ്യുന്ന ആളുകളുടെ വീടുകൾ ചെന്ന് ഫോട്ടോ എടുക്കാനും വീടുകൾ ചെന്ന് വിരട്ടാനും ഒക്കെ എത്ര നിങ്ങൾ പരിശ്രമിച്ചാലും തകർക്കാൻ പറ്റുന്നതല്ല ആശാവർക്കർമാരുടെ ദുരിതങ്ങൾ. ഈ ദുരിതങ്ങളാണ് ആശാവർക്കർമാരെ ഒന്നിച്ചു നിർത്തുന്നത്, അവരെ സംഘടിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അവരെ
സമരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ഈ 40 ദിവസത്തെ സഹന സമരം നടത്താൻ ആശാവർക്കർമാർക്ക് കൊടുക്കുന്ന കരുത്ത് എന്ന് പറയുന്നത് അവരുടെ ജീവിത പ്രാരാബ്ധങ്ങളും ദുരിതങ്ങളും തന്നെയാണ്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ച് മറയ്ക്കാൻ പറ്റില്ല. അത് മറയ്ക്കണമെങ്കിൽ, അത് മായ്ക്കണമെങ്കിൽ വെയിൽ കൊണ്ടും മഴ കൊണ്ടും മാന്യമായ ശമ്പളത്തിന് വേണ്ടി നടത്തുന്ന സമരമാണ്. ആ ഒരു ഉറപ്പ് ആണ് അവരുടെ സമര വീര്യം എന്നുള്ളതാണ് ശ്രീമതി മിനി പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ അപ്പോഴും തുടർ ചർച്ച ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ആശാവർക്കർമാർ മുന്നോട്ട് വെക്കുന്നത്. ഒരു സമരവും ഇപ്പം ആരോഗ്യമന്ത്രി എടുത്തെടുത്ത് പറയുന്നുണ്ട്. 24,000-ഓളം ആശാവർക്കർമാരുണ്ട്. അതിൽ 480 പേരാണ് ഇവിടെ സമരത്തിനെന്ന്. 4 പേരിരുന്നാലും അനുഭാവപൂർവ്വം ഒരാളുടേതെങ്കിലും, ഒരു പൗരൻ്റെതെങ്കിലും ശബ്ദമാണ് എങ്കിൽ അതിനെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു പൗരന്റെ വിശ്വാസമാണ് പരിഹരിക്കാൻ കഴിയുന്നതെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ പരിഹാരം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നിരാഹാര സമരത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. വളരെയധികം നന്ദി. പാലസ് വെൽക്കം പ്രേക്ഷകർക്ക്.